പ്രതീഷ്, ഇപ്പോൾ അവിടെ മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് പ്രതീഷ്? ശ്രീലക്ഷ്മി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. സർക്കാരിനെതിരെ യാണ് പ്രധാനമായും നിയമസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. JB മേത്തർ MPയുടെ അടക്കം നേതൃത്വത്തിലാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഈ പാളയം ഭാഗത്തു നിന്നാണ് നിയമസഭയിലേക്ക് പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. അവരുടെ കയ്യിൽ ഈ കലം ഉൾപ്പെടെയുള്ള മറ്റ് പാത്രങ്ങളടക്കം ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് നടത്തുന്നത്. കാരണം ഈ നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ തരത്തിലൊരു കടന്നാക്രമണം ഇന്ന് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിപക്ഷത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ നിയമസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത്. 100ഓളം വരുന്ന വനിതാ പ്രവർത്തകരാണ് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത്. പോലീസ് ഈ നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞിരുന്നു. പക്ഷേ വനിതാ പ്രവർത്തകരടക്കം ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ്. JB മേത്തർ അടക്കം വലിയ കലം ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നു. കാരണം ഈ സാമ്പത്തികമായി സാധാരണക്കാരെ അടക്കം ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ അടക്കം നൽകുന്നില്ല, സാധാരണക്കാരൻ പട്ടിണിയിലേക്ക് പോകുന്നു എന്ന് തുടങ്ങി വലിയ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ പ്രധാനമായും ഈ പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന സൂചന പ്രതിപക്ഷം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വനിതാ സംഘടനകൾ അടക്കം ഇത്തരത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി സമരമുഖത്ത് എത്തുന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതൊരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ നിയമസഭയിലേക്ക് വനിതാ പ്രവർത്തകർ എത്രത്തോളം പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് പ്രതീഷ്? ശ്രീലക്ഷ്മി, 100ഓളം വരുന്ന വനിതാ പ്രവർത്തകരാണ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കാരണം ഈ കൂടുതൽ പ്രവർത്തകർ ഈ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ സുരക്ഷയാണ് പ്രധാനമായും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തകരടക്കം സർക്കാരിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. പ്രധാനമായും ഈ കലം അടക്കം കൊണ്ടുവന്നാണ് പ്രതിഷേധിക്കുന്നത്. സർക്കാരിനെതിരെ സാധാരണക്കാരെ സർക്കാർ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു എന്നതാണ് പ്രധാനമായി മുദ്രാവാക്യം. അതിൻ്റെ കൂടി ഭാഗമായാണ് ഈ കലം ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ കൊണ്ടുവന്ന കലമൊക്കെ തന്നെ ഈ പോലീസിന്റെ നേർക്ക വലിച്ചെറിയുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. കാരണം പരമാവധി പോലീസിനെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരു രീതി കൂടി വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പോലീസ് കൃത്യമായ ഒരു സംയമനം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുന്നുണ്ട്. ബാരിക്കേഡ് മറികടക്കാനടക്കം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. ബാരിക്കേഡിന് മുകളിൽ വനിതാ പ്രവർത്തകരടക്കം കയറി നിന്നുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. എന്തായാലും നിലവിൽ ആ ഒരു പ്രതിഷേധം ഒരു സംഘർഷ സാധ്യതയിലേക്ക് ഒന്നും തന്നെ പോയിട്ടില്ല. കാരണം അത്തരത്തിലൊരു സംയമനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. വലിയ തരത്തിലൊരു പ്രകോപനം പോലീസിന് നേരെ സൃഷ്ടിക്കുകയാണ് വനിതാ പ്രവർത്തകരടക്കം ചെയ്യുന്നത്. ഈ കലമടക്കം ഈ പാത്രങ്ങളടക്കം കൊണ്ടുവന്ന് തമ്മിൽ പാത്രങ്ങൾ കൊട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം, സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളികൾ, ബാനറുകൾ അടക്കം ഇത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് സർക്കാരിനെതിരെ ഉയർത്തുന്നത്. ഈ കൂടുതൽ പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാകുമെന്നും ആ പ്രതിഷേധം തുടരുമെന്നും തെരുവിലടക്കം സർക്കാരിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് നിയമസഭയിലേക്കാണ് ഇപ്പോൾ ഈ മാർച്ചുമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ നൽകാത്ത സർക്കാർ നടപടിക്കെതിരെയാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. പല സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും താളം തെറ്റി വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇവർ മാർച്ച് നടത്തുന്നത്. മറ്റെന്തൊക്കെ പ്രധാന ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവർ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ശ്രീലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വിലക്കയറ്റം ഉൾപ്പെടെ സാധാരണക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് വിലക്കയറ്റം തന്നെയാണ്. ഒപ്പം സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങൾ, പലതരം മുദ്രാവാക്യങ്ങൾ ഇവർ സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട്. അതിൽ ഒന്ന്, വിലക്കയറ്റം വർദ്ധിച്ചിട്ടും ഇത് തടയുന്നതിനും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ക്ഷേമ പെൻഷനുകൾ അടക്കം നൽകാതെ സാധാരണക്കാരെ സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു. ആശുപത്രികളിൽ
ചികിത്സയിൽ മരുന്നില്ല തുടങ്ങി സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തീർക്കുന്നുണ്ട്. കാരണം കൂടുതൽ പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്ന ഒരു കാഴ്ചയാണോ ഇപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? ഈ പ്രവർത്തകർ കൂടുതലായി എത്തുന്നതിനനുസരിച്ച് ഈ പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ ഈ ജബിമേത്ര നമ്മൾ കണ്ടിരുന്നു. മറ്റേതൊക്കെ ആൾക്കാർ ഇവർക്ക് മുൻപിലുണ്ട് പ്രതീഷ്? ശ്രീലക്ഷ്മി, ഈ മഹിളാ കോൺഗ്രസിന്റെ നിയമസഭയിലേക്കുള്ള മാർച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വി.ഡി. സതീശൻ ഇവിടെ എത്തും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഷേധ മാർച്ച് കൂടുതൽ ശക്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് വനിതാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇവർ ഈ പാത്രം പൊട്ടിക്കൊണ്ടും സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുമുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എത്തിയാൽ ഉടൻ തന്നെ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. പരമാവധി പ്രകോപനം പോലീസിനെതിരെ ഉണ്ടാക്കാൻ വനിതാ പ്രവർത്തകർ ശ്രമിച്ചുവെങ്കിലും പോലീസ് കൃത്യമായ ഒരു സംയമനം പാലിക്കുന്ന രീതിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. കാരണം ഈ കലമടക്കം കൊണ്ടുവന്ന ഈ പാത്രങ്ങളടക്കം പോലീസിനെതിരെ ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ വലിച്ചെറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും പോലീസ് സംയമനം പാലിച്ചു. ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമവും പോലീസ് തടഞ്ഞിട്ടുണ്ട്. കാരണം ശക്തമായ ഒരു പ്രതിരോധം പോലീസ് തീർത്തിട്ടുണ്ട്. ഏതെങ്കിലും പ്രവർത്തകർ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ ആ നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു പ്രതിരോധം പോലീസിന്റെ ഭാഗത്ത് നിന്നും തീർത്തിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സർക്കാരിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ, വലിയ വിമർശനങ്ങളടക്കം പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് തുടർച്ചയായാണ് നിയമസഭയ്ക്ക് പുറത്തും ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ തുടരുമെന്നാണ് പ്രതിപക്ഷമടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടിയാണ് വേദിയാവുക. സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സർക്കാരിനെതിരെ പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്. നിലവിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഈ നിയമസഭയ്ക്ക് പുറത്തും തെരുവിലുമടക്കം അരങ്ങേറാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസ് തന്നെ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. നിലവിൽ ഒരു സംഘർഷ സാധ്യത അത്തരത്തിലൊരു രീതിയിലേക്ക് ഈ മാർച്ച് പോയിട്ടില്ല. ജലപീരങ്കി അടക്കം പോലീസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോയാൽ മാത്രം ഒരു പ്രതിരോധം മതി, അല്ലെങ്കിൽ ജലപീരങ്കി അടക്കമുള്ള പ്രതിരോധം മതി എന്നുള്ളൊരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി ഇവിടെ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സുരക്ഷയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട്. നിലവിലൊരു സംഘർഷ സാധ്യത നമുക്ക് ഈ നിയമസഭാ മാർച്ചിൽ കാണുന്നില്ല. ശ്രീലക്ഷ്മി, പ്രതീക്ഷ, നമ്മൾ നേരത്തെ കണ്ടതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. സർക്കാരിനെതിരെ പ്രതിഷേധം തുടരും, അത് കടുപ്പിക്കും എന്നാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത്. അപ്പോൾ സഭയ്ക്കകത്ത് നമ്മൾ കണ്ടു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. ഇപ്പോൾ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം, അല്ലേ? തീർച്ചയായും ശ്രീലക്ഷ്മി. കാരണം പ്രതിപക്ഷത്തിന്റെ ഒരു സഭയിലെ നിലപാട് തന്നെ തുടക്കത്തിൽ നമുക്ക് വ്യക്തമായിരുന്നു. കാരണം സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് സർക്കാരിനെ പരമാവധി പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ സ്വീകരിച്ചത്. കാരണം നയപ്രഖ്യാപനത്തിന് ശേഷമുള്ള നന്ദി പ്രമേയ ചർച്ച ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. അതിനുശേഷം ഈ നിയമസഭയ്ക്ക് പുറത്ത് നടക്കുന്ന മാർച്ചിലടക്കം പ്രതിപക്ഷ നേതാവ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരുമായി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട. പ്രധാനമായും ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സർക്കാരിനെതിരെ പരമാവധി പ്രതിഷേധം തീർക്കുക, പ്രതിരോധം തീർക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് നിലവിൽ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിയമസഭയിലടക്കം വലിയ തരത്തിലുള്ള ഭരണ പ്രതിപക്ഷ വാക്പോരുകൾക്ക് കൂടിയാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കാരണം
ഈ ക്ഷേമ പെൻഷനുകൾ ആയിരുന്നു അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതെങ്കിലും പല വിഷയങ്ങളിലും ഇന്ന് വലിയ തരത്തിലുള്ള ഭരണ പ്രതിപക്ഷ പോര് നിയമസഭയിൽ കണ്ടിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ ആക്ഷേപങ്ങൾ, വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. മാത്രമല്ല, ഈ കേരളീയം പരിപാടി വലിയ ധൂർത്താണ് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിച്ച മറ്റൊരു ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്തിനടക്കം 40 ലക്ഷം രൂപ അനുവദിക്കുന്ന സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നില്ല എന്നതായിരുന്നു മറ്റൊരു ആരോപണം. അങ്ങനെ വലിയ തരത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് മറുപക്ഷത്തെ സർക്കാരും നിൽക്കുന്നുണ്ട്. ധനമന്ത്രി അടക്കം പറഞ്ഞ പല കാര്യങ്ങളും പ്രതിഷേധിച്ച് ഇപ്പോൾ കഞ്ഞിക്കലവുമായി മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ് നിയമസഭയിലേക്ക്. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്.